മനസ്സുകൾക്ക് എന്നും ഇങ്ങനെ തീരാ നോവുകളായിട്ട് കേരളത്തിലെ ഓരോ ദിവസവും പോവുകയാണ്. അവിടുത്തെ കേരളം. നമസ്കാരം. 2025 കൊല്ലും കൊലയും ആത്മഹത്യയും ലഹരിയും ഒക്കെ ആയിട്ടുള്ളൊരു വർഷമായി തീർന്നിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് കോട്ടയം തെള്ളകത്തെ ഷൈനിയുടെ മരണമാണ്. ഷൈനി 2 മക്കളുമായി റെയിൽവേ ട്രാക്കിൽ പോയിട്ട് അവരുടെ ജീവൻ ഒടുക്കിയൊരു കഥയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലുണ്ടായ ചേതോവികാരം എന്ന് പറയുന്നത് അവർ മാനസികമായി ഭർത്താവിൽ നിന്ന് നേരിട്ട അഡ്വക്കേറ്റാണ് നോബി കുര്യക്കോസ്. തൊടുപുഴയാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട ക്രൂര പീഡനങ്ങളാണ് അതാണ് ഇപ്പോൾ അവസാനമായി നമ്മളുടെ മുന്നിൽ വന്നേക്കുന്ന ഒരു മനസ്സെ മരവിച്ച ഒരു വാർത്ത എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഈ ഷൈനിയുടെ അച്ഛൻ പല പ്രാവശ്യം വിളിച്ചതാണ്, മോളിത് സഹിക്കണ്ട, വീട്ടിൽ പോരെന്നൊക്കെ പറഞ്ഞു. പല പ്രാവശ്യം ക്രൂര പീഡനങ്ങൾ സഹിച്ചും കുട്ടികളെ വളർത്തുന്നതിന് ഒരു BSc നഴ്സിംഗ് പാസ്സായ ഒരാളാണ്, നഴ്സായിരുന്നു. ഇപ്പോൾ ഈ കുട്ടികളെ വളർത്തുവാൻ വേണ്ടിയിട്ട് പലയിടവും CV കൊടുക്കുകയും, എന്നാൽ ഇവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അറിയുമ്പോൾ അത് നിരസിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ നോബിയുടെ ജ്യേഷ്ഠൻ എന്ന് പറയുന്ന ഫാദർ ജോബി. അദ്ദേഹത്തിൽ നിന്നും മാനസികമായും ഒക്കെയുള്ള പീഡനങ്ങൾ ഒത്തിരി സഹിച്ചാണ് ഈ കുട്ടി ഈ ആത്മഹത്യയിലേക്ക് പോയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക നാട്ടുകാർ പറയുന്നത്. എന്തായാലും ശരി, ഈ വളരെ മനസ്സ് ഓരോ ദിവസവും നമ്മുടെ കേരളത്തിലെ ന്യൂസുകൾ എന്ന് പറയുന്നത് അതേ രീതിയിലാണിപ്പോൾ ഓരോ ദിവസവും പോകുന്നത്. ഒരു അമ്മയുടെയും 2 പെൺമക്കളുടെയും ദാരുണമായ ഒരു ആത്മഹത്യ. ഏറ്റവും ഒടുവിൽ അവരുടെ ഭർത്താവ് നോബി ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തൊടുപുഴക്കാരനാണ് നോബി. നോബിയുടെ വീടിനടുത്ത് താമസിക്കുന്ന ആൾ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് നമ്മോടൊപ്പം ചേരുകയാണ്. ഇദ്ദേഹം നോബി അഡ്വക്കേറ്റാണ്. പിന്നെ മരണം കഴിഞ്ഞ് സംഭവിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മകനുള്ള കൂടെ ഉണ്ട്. മകനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചിട്ട് ഡെഡ് ബോഡി പോലും ഈ അച്ഛനും അമ്മയ്ക്കും ഷൈനിയുടെ വിട്ടുകൊടുക്കാതെ അവരുടെ നാട്ടിൽ കൊണ്ടുപോയി അടക്കുന്ന ഒരു കാഴ്ച പോലും ഉണ്ടായിട്ടുണ്ട്. അത്രമേൽ എന്നാൽ ഈ ബോഡി അവരുടെ നാട്ടിൽ കൊണ്ടുപോയി അടക്കുന്നതിനൊക്കെ ഈ ആൺകൊച്ചിനെ വെച്ച് കേസ് കൊടുപ്പിച്ച് അഡ്വക്കേറ്റാണല്ലോ, അപ്പോൾ പുള്ളിക്ക് നിയമവശങ്ങളറിയാം, അതിൻ്റെ ലീഗലി കിട്ടിയാണ്. പക്ഷേ അതിൻ്റെ പിന്നിലും വളരെ വലിയൊരു നിഗൂഢതയുണ്ട്. കാര്യം ശവസംസ്കാരമൊക്കെ ഭാര്യയുടെ സ്വന്തം വീട്ടിലെ അല്ലെങ്കിൽ അവരുടെ പള്ളിയിലൊക്കെ അടക്കി കഴിയുമ്പോൾ ഈ കേസിന് അത്രയും ഭാര്യയോട് വലിയ സിമ്പതി കാണിച്ചു അല്ലെങ്കിൽ സ്നേഹം ഉണ്ടായിരുന്നു. ഈ കേസിൻ്റെയൊക്കെ കുറേ മറയിടാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ ഈ ഒരു നീക്കം അദ്ദേഹം ചെയ്തതെന്ന് തോന്നിപ്പോവുകയാണ്. എന്തായാലും ശരി, വളരെ ഒരു പൈശാചികമായ മനുഷ്യ മനസ്സുകൾക്ക് എന്നും ഇങ്ങനെ തീരാ നോവുകളായിട്ട് കേരളത്തിലെ ഓരോ ദിവസവും പോവുകയാണ്. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തൊടുപുഴയിലെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ. അറിയാമെന്ന് വെച്ചാൽ എനിക്കോ ഈ നാട്ടുകാർക്കോ അടുത്ത് പരിചയം ഷൈനിയായിട്ട് ആർക്കുമില്ല. കാരണം ഷൈനിയുടെ ഒരു പ്രത്യേക സ്വഭാവം അതാണ്, ആരോടും ഒന്നും പറയില്ല. അതോടൊപ്പം തന്നെ ഞാൻ ഷൈനിയിൽ കണ്ടൊരു കാര്യമെന്ന് പറയുന്നത്, ആരും ഒന്നിനും ഒരു പരാതിയുമില്ലാതെ സ്വന്തമായി കൃഷി ചെയ്യുന്നു, മുട്ടക്കോഴികളെ വളർത്തുന്നു, അത് വാഴക്കൊല തന്നെ നേരിട്ട് കൊണ്ട് വെട്ടിക്കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ ആ കുടുംബം നന്നായി നോക്കുന്നതായിട്ടാണ് ഈ കണ്ടത്. പിന്നെ വീട്ടിൽ അതായത് ഇത് ഈ പിന്നെ കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. ഈ അച്ഛൻ പോലും പറയുന്നുണ്ട് അവർക്ക് പ്രതികരണശേഷിയില്ല. സ്ത്രീകൾ ഈ പ്രതികരണശേഷി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലുള്ള സ്ത്രീകൾ ഇന്ന് നല്ലൊരു ശതമാനം ഇന്ന് സമൂഹത്തിലുണ്ടെന്നുള്ളതിന് തെളിവാണിത്. ആ അച്ഛൻ പറയുന്നുണ്ട് ഇവൾ കുറേയെങ്കിലും പ്രതികരിച്ചിരുന്നെങ്കിൽ നേരത്തെ തന്നെ നിന്ന് ഒരു വിടുതൽ കിട്ടിപ്പോയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോലും ഒരു പ്രതികരിക്കാതെ നിൽക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ഷൈനി. ആ അവസാന നിമിഷങ്ങളിൽ മകൻ വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ നാട്ടുകാരൊക്കെ അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ഈ ഭർത്താവിനെ വണ്ടിയിൽ നിന്ന് ഇറക്കാതെയൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അവിടെ ഉണ്ടായ അന്തരീക്ഷത്തിൽ ഇതിനൊക്കെ അപ്പുറം ഒരു നിയമം കൈകാര്യം ചെയ്യുന്ന ഒരാളൊക്കെ
ഇത്ര അധപ്പതിച്ച് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് തന്നെ അറിയാമല്ലോ ഇവിടുത്തെ നിയമവും ഇതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ അറിയാവുന്ന ഒരാൾ ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിന് ഇപ്പം ആത്മഹത്യ പ്രേരണ കുറ്റമുണ്ട്, അതുപോലെ ഗാർഹിക പീഡനം, ഇത് രണ്ടും ഇപ്പോൾ ചുമത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും കേരളത്തിലെ കാഴ്ചകൾ ഈ രീതിയിൽ പോവുകയാണ്. ഈ പാലിയേറ്റീവുകാരുടെ കൂടെ പാവപ്പെട്ട രോഗികളെ നോക്കാനൊക്കെ ഷൈനി പോകാറുണ്ട്. ഈ അവസാനമായിട്ട് പറയുന്നത്, ഈ ഷൈനി കുടുംബശ്രീയിൽ നിന്ന് എടുത്ത ഒരു ലോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇപ്പം ഡിവോഴ്സായി നിൽക്കുകയാണ് ഈ 9 മാസമായി. അപ്പോൾ അതിൻ്റെ തിരിച്ചടവിനുള്ള നോട്ടീസ് വരികയും അതിൻ്റെ കേസും ഒക്കെ കാര്യങ്ങളൊക്കെ ലീഗലിയൊക്കെ വന്നുകൊണ്ടാണ്, പെട്ടെന്ന് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ 2 കുട്ടികളെ വളർത്തുന്ന 2 പെൺകുട്ടികളെയൊക്കെ ഒരു സ്ത്രീ, ഇവർ BSc പഠിച്ച് ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു എവിടെ പോയാലും ജോലി കിട്ടുന്ന ഒരാളാണ്. പക്ഷേ എന്നിട്ട് പോലും ഇത് കൊണ്ട് CV പലയിടത്തും കൊടുത്തിട്ടും ഇവർക്ക് ജോലി ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിലെ ഈ കാര്യങ്ങൾ അറിയുമ്പോൾ പലരും ഹോസ്പിറ്റലുകാരും ജോലി കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട്. എത്രയോ ഹോസ്പിറ്റലുണ്ടായിരുന്നു, പക്ഷേ അവരുടെ മാനസികാവസ്ഥയ്ക്ക് അവർ ചെയ്തു. ഇനി നമ്മളതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ശരി, ഇതിന് കടുത്ത ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ ആ നിയമത്തിൽ നിന്ന് സംരക്ഷണം കൊടുക്കുന്നതിന് ഒരച്ഛൻ്റെ അമ്മയുടെയും വേദന. മകൻ അച്ഛൻ്റെ കൂടെയാണ്, അഡ്വക്കേറ്റിൻ്റെ കൂടെയാണ്, എങ്കിൽ പോലും ആ മകൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്ന് പറയുന്ന 2 സഹോദരികൾ നഷ്ടപ്പെട്ട ഒരു പയ്യനെ അമ്മ നഷ്ടപ്പെട്ടു. ഇനിയും ഇപ്പോൾ നിയമപരമായി അച്ഛൻ്റെ കൂടെ നിൽക്കുന്നതിൽ പോലും അങ്ങനെയുള്ള ഒരു എന്ത് കടുത്ത മാനസിക അവസ്ഥയിലൂടെയാണ് ആ പയ്യൻ്റെ ജീവിതത്തിന് മുന്നോട്ട് പോകുവാൻ. ഇനിയും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ എന്തായാലും ശരി, ഇപ്പോൾ ഒരു 14 ദിവസം റിമാൻഡ് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ വകുപ്പുകളൊക്കെ ചുമത്തുകയാണെങ്കിൽ തന്നെ ഇവരൊക്കെ നിയമമൊക്കെ പഠിച്ചുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല സപ്പോർട്ട് കാണും. പക്ഷേ ഈ ഒരു കോടതിയിൽ നിന്ന് ഇതിൻ്റെയൊക്കെ പരമാവധി ശിക്ഷ കൊടുത്ത് ഇതുപോലുള്ള പെട്ടെന്ന് കാലതാമസമാണ് കോടതിയിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം. അത് തന്നെ ഇവർക്കൊക്കെ ഒരു പഴുതാണ് രക്ഷപ്പെടുവാനുള്ള. എങ്ങനെയെങ്കിലുമൊക്കെ ഇനിയും ഈ നമ്മുടെ കേരളത്തിലെ നമ്മുടെ സഹോദരിമാരെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടപ്പെടുവാതിരിക്കാൻ ഇപ്പോൾ ഒത്തിരി കൗൺസിലിങ്ങും ഒക്കെ ഗവൺമെൻറ് തരത്തിലും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നമുക്ക് കഴിഞ്ഞ ദിവസം അറിയാം, ഏറ്റവും വലിയ ഒരു കേരളത്തിലെ ഡോക്ടറുടെ ആത്മഹത്യ. 2500 വൃക്ക ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെച്ച ഒരു ഡോക്ടർ ചെയ്യുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സാമ്പത്തിക പ്രശ്നമോ മറ്റു കാര്യങ്ങളൊന്നുമല്ല. 77 വയസ്സിലും അദ്ദേഹത്തിന് ധൈര്യപൂർവ്വം നിന്ന് സർജറി ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ കഴിവ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരൊറ്റ സ്ട്രെസ്സാണ് അതിലേക്ക് നയിച്ചത്. എന്തായാലും ശരി, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഓരോ ആ ഗ്രാമപഞ്ചായത്തുകൾ വഴി ഇപ്പോൾ ഒരു കുടുംബശ്രീയിലൊക്കെ ഉണ്ടായിരുന്നായിരുന്നു ഈ ഷൈനി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലുള്ള ഈ സ്ത്രീകളുടെ ഈ കൂട്ടായ്മയിൽ കൂടെയൊക്കെ ഇങ്ങനെയുള്ള വിവരങ്ങൾ സമയങ്ങളിൽ അറിയിക്കേണ്ടവരെ അറിയിക്കുകയും ഇതുപോലുള്ള ആത്മഹത്യകൾ ഒഴിവാക്കുവാൻ നമ്മുടെ സമൂഹത്തിലെ നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.